ഇവിടെ ഞാനൊരു ആനപ്പട ഇടാം. അവിടെ ആനയ്ക്കോടാനുള്ള സ്ഥലമില്ലല്ലോ. ശരി, എന്നാ ഞാനിവിടെ ഒരു കുതിരപ്പട ഇടാം. അവിടെ കുതിരയ്ക്കോടാനുള്ള സ്ഥലമില്ല ബാഹു. എന്നാ ഞാനിവിടെ ഒരു അമ്പ് വിടുന്ന മെഷീൻ ഇടാം. അമ്പ് വിടുന്ന മെഷീൻ ഇവിടെ ഇടാന്നാണോ നീ പറയുന്നത്? പിന്നെ എനിക്കിവിടെ പാനിപ്പൂരി കട ഇടാൻ പറ്റും. ദൂരെ നിന്ന് പേരക്കൊക്കെ കടിച്ചോണ്ട് ഇങ്ങനെ വരുവോ ഒരാള്, അണ്ണാമലൈ. പേരക്ക കടിച്ചു പിടിച്ചോണ്ട് അതെങ്കിൽ അണ്ണാമലയല്ല, പിന്നെ മലയണ്ണാൻ. അമ്മ ഒരു സാരി തരൂ, ഞാൻ കത്തിച്ചെറിഞ്ഞ് യുദ്ധം ചെയ്യിക്കാം. ഓക്കെ, എനിക്ക് നിന്റെ മുണ്ട് തരൂ. എന്തിനെ കത്തിച്ചെറിയാനാണോ? എന്തായാലും യുദ്ധം നോക്കുക, തലയിലിട്ട് ഇവിടെ ഓടി രക്ഷപ്പെടാൻ. കുളിക്കാറുണ്ട്. അതെങ്ങനെ നിങ്ങൾക്കറിയാം? സൺസൈഡിൽ എയർ ഹോള് വലിക്കാനല്ലേ വെച്ചിരിക്കണേ. അപ്പൊ നിങ്ങൾ എന്റെ കുളി കണ്ട്? ഇല്ല, നിന്റെ കുളി ഞാൻ കണ്ടിട്ടില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം, വലിയ വലിയ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ ആരെങ്കിലും ചെറിയ ഷോർട്ട് ഫിലിം കാണാൻ നിൽക്കോ? അല്ല ബാഹു, മഹിഷ്മതിയുടെ ബ്ലൂ പ്രിന്റ് വന്നിട്ടുണ്ട്, നിനക്കത് വേണ്ടേ? അമ്മയായിട്ട് ചോദിക്കുമ്പോ എങ്ങനെ വേണ്ടെന്ന് പറയാം? ശരിയാണോ? നെഞ്ചത്തെ ബ്ലോക്കിന്റെ കാര്യം പറ, കക്കൂസ് കിട്ടണ്ടേ? 28 ബ്ലോക്ക്. എന്റെ അച്ഛന് 29 ബ്ലോക്ക് ഉണ്ട്. എനിക്ക് എല്ലാവരും വോട്ട് ചെയ്യണം, എന്നെ വിജയിപ്പിക്കണം, കക്കൂസ് കിട്ടാൻ എന്നെ വിജയിപ്പിക്കണം. ഹലോ ഹലോ ഹലോ, അത് ക്യാമറ അല്ല, ബൾബിടാനുള്ള ഹോൾഡറാ. കോപ്പ്. അമ്മ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് 10-40 കൊല്ലമായി. കോമഡി വന്നിട്ട് 10-100 കൊല്ലമായി. പോയി വില്ലെടുത്തോണ്ട് വരൂ. ഞാൻ വന്നു ബാഹു, ഞാൻ എത്തി. എന്തത് ഇനി എന്ത് ചെയ്യണം? വിരലുകൾ 4 പെരുവിരൽ മടക്കി നേരെ തിരിച്ച് വില്ല് പിടിച്ച് വലിച്ചോണ്ടിരുന്നു. പേടിക്കേണ്ട, ശുഭപ്രതീക്ഷ 100% വിജയം. കുറഞ്ഞ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. സ്ത്രീ ചെയ്യുന്നത് പോലെ പെർഫെക്റ്റ് ആയിട്ട് എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒരുമിച്ച് ചെയ്യാൻ ഒരു പുരുഷന് സാധിക്കില്ല. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു പുരുഷന് പ്രസവിക്കാൻ പറ്റില്ല. ഒരു സ്ത്രീ ചെയ്യുന്ന കാര്യമാണ് പ്രസവിക്കാന്ന് പറയുന്നത്. ഒരു സ്ത്രീയെ പ്രസവിപ്പിക്കാൻ ചേച്ചിക്ക് പറ്റോ? പറ്റില്ല. തളർന്നു കിടക്കുന്ന നായകന്റെ അപ്പൂപ്പൻ, ചുറ്റും 8 മക്കൾ. എന്തസുഖം വന്ന് തളർന്നു കിടക്കുന്ന തളർവാദം. അവന് ഒരു കുരുവില്ല. അവന്റെ അടുത്ത് ആദ്യം അവിടെ നിന്ന് എണീക്കാൻ പറ. കള്ള അവനെയോട് അവന്റെ അല്ലല്ല, നിയമം അനുസരിച്ച് അമ്മയുടെ കൂടെയാണ് കുഞ്ഞുങ്ങൾ. അങ്ങനെ പറഞ്ഞു കൊടുക്കും സാറേ. ആണോ? അങ്ങനെയാണ്, അമ്മയുടെ കൂടെയാണ് കുഞ്ഞുങ്ങൾ. അപ്പൊ അച്ഛനില്ല? അച്ഛൻ ഇല്ലെന്നല്ല, അമ്മയുടെ കൂടെയാണ്. കൂടുതൽ അവകാശം അമ്മയ്ക്കാണ്. കൂടുതൽ അവകാശം അമ്മയ്ക്കാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ ATM കൗണ്ടറിൽ ചെന്നു, എന്റെ ATM കാർഡ് ഇട്ട് എന്റെ പിൻ നമ്പർ കുത്തി, അതിൽ നിന്ന് വരുന്ന പൈസ എനിക്കാണോ അവകാശം, ആ ATM മെഷീനാണോ അവകാശം? ഏകദേശം എത്ര ഇല വരും? 3375. അതെന്താ എത്ര ഉറപ്പ്? സംശയം ഉണ്ടോ എണ്ണി നോക്ക്. ഞാൻ പറയുന്നു, മകൻ അതിന്റെ അടുത്തെത്തി. ഇതിനകത്ത് 3724 ഇലയേ ഉള്ളൂ. അതങ്ങനെ മനസ്സിലായി? സംശയം നീ എണ്ണി നോക്കടാ.
ചേട്ടന്റെ പേരെന്ന് പറഞ്ഞാൽ ആന്റണിയാണ്. ആന്റണി. ഓ ചേട്ടത്തീരെ പേര് ദിയ. ദിയ. അപ്പൊ ഇവരെ പേരിന്റെ ആദ്യ അക്ഷരം എടുത്താണ് കൊച്ചിനിട്ട് ആദിന്ന്. അതുപോലത്തെ ഒരു വെറൈറ്റി എനിക്ക് പിടിക്കണോണ്ട. സൂപ്പർ പേര് കൊടുക്കണം. നിന്റെ പേരെന്താണ്? എന്റെ പേര് മൈക്കിള്. നിന്റെ പെണ്ണുമ്പിളിന്റെ പേരാ? രേഖ. മൈക്കിൾ രേഖ. മൈക്കിളിന്റെ മൈയും അത് വേണ്ട കേട്ടാ. എന്തിനാണ് ചുമ്മാ നാട്ടുകാരെ കൊണ്ട് വിളിപ്പിക്കണത്? എന്താണ് ഡേവിഡിനെ കാണാനില്ല. ഡേവിഡിനെ കാണാനില്ല. 3 പേര് കടലിന്റെ അവിടെ കാത്തിരിക്കുകയാണ്. ഡേവിഡ് കടലിലാണ് അപ്പച്ച പോയത്. അല്ല പിന്നെ ബിവറേജിൽ പോയിരിക്കുകയാണ്. സാധനം എടുക്കാൻ വേണ്ടിയിട്ട് ഇതുവരെയായിട്ട് വന്നില്ല. ഹായ് ബ്രോ. ബ്രോയോ? കാലം മാറിയതല്ലേ കീച്ചിത. ഈ വരുന്ന സമൂസ നല്ല വീതി നീളവും ഉള്ളതാണ്. ബേക്കറി ഉണ്ടോ? ഇല്ല. സമൂസ നല്ല വീതി നീളം ഉള്ളതാന്ന് എഴുതിയിരിക്കുന്നു. സമൂസ? അയ്യോ, ഈ വരുന്ന ആൾ സമൂഹത്തിൽ നല്ല നിലയും വിലയുള്ള